കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോന്നി യൂണിറ്റ് വിശേഷാൽ പൊതുയോഗവും സ്നേഹസ്പർശം വിശദീകരണ സമ്മേളനവും സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഡി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് എ.ജെ. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നമ്മുടെ ജില്ലയിലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകളിൽ ഒന്നാണ് നമ്മുടെ കോന്നി യൂണിറ്റ്. ഈ മലയോര മേഖലയിൽ വളരെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള യൂണിറ്റാണ്. തീർച്ചയായും ഈ യൂണിറ്റിന്റെ ഭാരവാഹികളെ അത്തരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായ ആളുമർദ്ദവുമുള്ള പ്രസ്ഥാനമായി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 10 ലക്ഷം ഈ സംഘടനയുടെ ഈ സുപ്രപതായിക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4000-ലധികം യൂണിറ്റുകൾ, 3000-ലധികം ഇതുപോലെയുള്ള വ്യാപാര ഭവനുകൾ, ഏതാണ്ട് 55ഓളം ആംബുലൻസുകൾ ഈ സംസ്ഥാനത്തോടും, 30ഓളം സഹകരണ സംഘങ്ങൾ. ഞാനും ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്, സെൻട്രൽ ട്രാവൽ മർച്ചന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത്തരം സഹകരണ സംഘങ്ങൾ 30-ലധികം ഇവിടെയുണ്ട്. എസ്റ്റേറ്റുകളുണ്ട്, നമുക്ക് സ്കൂളുകളുണ്ട്, വലിയ വലിയ ഓഡിറ്റോറിയങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലയിലും ശക്തമായ സാന്നിധ്യമുള്ള ഒരു സംഘടനയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 81-ലാണ് നമ്മുടെ സംഘടന രൂപപ്പെടുന്നത്. 1981 രൂപപ്പെടുകയും പിന്നീട് പത്തനംതിട്ട ജില്ല രൂപപ്പെടുകയും ചെയ്തതിനു ശേഷം നമുക്ക് ശക്തമായ ഒരു സംഘടനാ സംവിധാനം രൂപപ്പെട്ടു വരുന്നതിൽ നമുക്ക് അല്പം അലംഭാവം സംഭവിക്കുകയുണ്ടായിരുന്നു. നമുക്ക് ഈ ജില്ലയിൽ വ്യാപാരമൊന്നുമില്ല, നമുക്ക് സംഘടനാ സംവിധാനമില്ല, പണമില്ല, അർത്ഥമില്ല, ആളില്ല എന്ന രീതിയിലേക്ക് പോകുന്നതിൽ നിന്ന് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒരു പുതിയ സംവിധാനം നമ്മുടെ ജില്ലയിൽ രൂപപ്പെട്ടു. അതൊരു വലിയ കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആളെന്ന് സ്വാഗത പ്രസംഗം പറയുന്നത് നമ്മളോട് സ്നേഹം കൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല, ഈ ജില്ലയിലെ ഏതാണ്ട് 10-20ഓളം എണ്ണം പറഞ്ഞ നേതാക്കന്മാർ നമ്മുടെ സംഘടനയിൽ. അവരുടെ ചിത്രങ്ങളെല്ലാം നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്നേഹസ്പർശം പദ്ധതിയിലെ ആദ്യത്തെ പേജിൽ അവരുടെ എല്ലാ ചിത്രങ്ങളും. ഓരോ പ്രദേശത്തും അവരുടേതായ വലിയ സ്വാധീനമുള്ള ആളുകൾ നമ്മുടെ സംഘടനയുടെ ലീഡർഷിപ്പിലുള്ളതാണ് ഇന്ന് ഈ സംഘടനയ്ക്ക് ഇത്രയും വളർച്ച ഉണ്ടാകാൻ ഇടയായത് എന്നാണ് എൻ്റെ വിശ്വാസം. ജനറൽ സെക്രട്ടറി സന്തോഷ് മാത്യു. ബാക്കി എല്ലാ ജില്ലകളിലും വ്യാപാരികൾ മരണപ്പെടുമ്പോൾ വ്യാപാരികൾക്ക്, ആശ്രിതർക്ക് ഒരാശ്വാസമായി പണം കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജില്ലയ്ക്ക് അത് ഇല്ലായിരുന്നു. വർഷങ്ങളായി നമ്മുടെ ആവശ്യങ്ങൾ, ഒരു അത്യാവശ്യം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു കടയ്ക്ക് തീ പിടിക്കുകയോ അല്ലെങ്കിൽ കടയ്ക്ക് ഒരു ആപകടം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ജില്ലാ പ്രസിഡന്റുമാരും ചെന്ന് സന്ദർശിച്ചു പോകുന്ന ഒരു പതിവ് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുവരെയും കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശ്രീ എ.ജെ. ഷാജഹാൻ അവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ ജില്ലയ്ക്ക് യാതൊരു വിധമായി പറയുവാൻ തക്കവണ്ണ ഒരു സ്വത്തുക്കളോ വ്യാപാര ഭവനോ യാതൊരു വിധമായ കാര്യങ്ങളുമില്ലായിരുന്നു. ശ്രീ എ.ജെ. ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടതായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ റാന്നിയില് 2019 വെള്ളപ്പൊക്കം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലയെ ബാധിച്ചത് റാന്നിയാണ്. ബാക്കി കുറെ യൂണിറ്റുകളിൽ അത് ബാധിച്ചു. എന്നാൽ ഈ റാന്നി യൂണിറ്റ്, നമ്മുടെ യൂണിറ്റ് വെള്ളം കയറി കടകളൊക്കെ നശിച്ചപ്പോൾ ഇവർക്ക് എങ്ങനെ പണം കൊടുക്കണം, സർക്കാരൊന്നും ഒരു തരത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ജില്ല ഒഴിച്ചുള്ള മലപ്പുറം ജില്ല, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, വയനാട് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെ മുന്നിൽ പോയിട്ട് നമ്മുടെ പ്രസിഡന്റ് കരയേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ അതിന്റെ ഫലമായിട്ട് അവർ കുറെ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും ഒക്കെ കൊടുത്ത്
നമ്മൾ കുറെ രൂപ ഒക്കെ സംഭരിച്ചാണ് നമ്മുടെ വ്യാപാരികൾക്ക് പണം കൊടുത്തത്. കൂടൽ ശ്രീകുമാർ, ആർ അജയ്കുമാർ, കലഞ്ഞൂർ ശ്രീകുമാർ, ഷാജിർ രാജമാണിക്യം, സുരേഷ് പി വി, ജോർജ് മാത്യു, അസീസ് കുട്ടി എന്നിവർ സംസാരിച്ചു. 9-1 മലയാളം ന്യൂസ്, കോന്നി.